കാർഗിൽ എന്നാൽ ഒരു നടുങ്കോട്ട. കൂടുതൽ വ്യക്തമായി പറഞ്ഞാൽ രണ്ട് വലിയ കോട്ടകൾ പോലെ നിൽക്കുന്ന കുന്നുകൾക്ക് നടുവിലുള്ള പർവ്വതം. ശ്രീനഗറിനും ലേക്കും നടുവിൽ ദേശീയതയുടെ ചരിത്രം പേറുന്ന മഹാഗിരിശൃംഗം. ജൂലൈ 26 അന്ന് ഈ മണ്ണിലുയർന്ന ദേശീയ പതാക സാക്ഷിയാക്കി പ്രൗഢജനത പ്രഖ്യാപിച്ചു, യേ ദേശോ വീർ ജവാനോം കാ, യേ ദേശ് ഹേ ദുനിയാ കാ ഗഹന. 1999 മെയ് 3 അപരിചിതരായ നിരവധി ആയുധധാരികൾ ഇന്ത്യൻ മണ്ണിലുണ്ട് എന്ന് കാർഗിലെ ആട്ടിടയന്മാർ സൈനിക ഔട്ട്പോസ്റ്റിൽ അറിയിക്കുന്നത് ഈ ദിവസമാണ്. മെയ് 5 1.5 ദിവസത്തെ അന്വേഷണം കൊണ്ട് നിരവധി പേർ കടന്നുകയറി എന്ന് വ്യക്തമായി. വിവരമന്വേഷിക്കാൻ പോയ 5 ഇന്ത്യൻ സൈനികരെ പിടികൂടുന്നു, അവരെ അതിക്രൂരമായി പീഡിപ്പിച്ച് കൊല്ലുന്നു. മെയ് 10 കാർഗിലിൽ മാത്രമല്ല ദ്രാസിലും കക്സറിലും നുഴഞ്ഞുകയറ്റക്കാർ ഉണ്ട് എന്ന് സ്ഥിരീകരണം. അതീവ ഗുരുതരമാണ് കാര്യങ്ങൾ എന്ന് രാജ്യം തിരിച്ചറിയുകയാണ്. മെയ് 26 ഇന്ത്യ 15 ദിവസമായി തയ്യാറെടുക്കുകയായിരുന്നു. വ്യോമസേന രംഗത്തിറങ്ങി. ഇന്ത്യയുടെ ആദ്യ വ്യോമാക്രമണം ഈ ദിവസമാണ്. മെയ് 27 ഇന്ത്യ ഏറ്റവും വലിയ തിരിച്ചടി നേരിട്ട ദിവസം. ഒരു MiG-21 എന്നിവ പാക് ആർമി വെടിവെച്ചിട്ടു. കെ നജികേത ക്യാപ്റ്റനായ MiG-27 പാക് സൈന്യം പിടിച്ചെടുത്തു. ജൂലൈ 4 ടൈഗർ ഹിൽ തിരിച്ചുപിടിച്ച് ഇന്ത്യ. 12 മണിക്കൂർ നീണ്ട പോരാട്ടമായിരുന്നു അവിടെ. അതാണ് ശരിക്കും വിജയ നിമിഷം. ജൂലൈ 26 യുദ്ധം അവസാനിച്ചുവെന്ന് ഔപചാരിക പ്രഖ്യാപനം. ഇന്ത്യയുടെ വിജയഭേരി മുഴങ്ങി. ഇതാ ഈ നിമിഷം നമ്മൾ ഓർക്കുന്നു. ഈ യുദ്ധത്തിലെ ധീരോദാത്ത മികവിന് പരമവീര ചക്രം നൽകി രാജ്യം ആദരിച്ച ഗ്രനേഡിയർ യോഗേന്ദ്ര സിംഗ് യാദവിനെ, ലഫ്റ്റനന്റ് മനോജ് കുമാർ പാണ്ഡയെ, ക്യാപ്റ്റൻ വിക്രം ബത്രയെ, റൈഫിൾമാൻ സഞ്ജയ് കുമാറിനെ, മഹാവീർ ചക്രം നൽകിയ ക്യാപ്റ്റൻ അനൂജ് നയ്യാറിനെ, മേജർ രാജേഷ് സിംഗ് അധികാരിയെ, വീർ ചക്രം നേടിയ ക്യാപ്റ്റൻ ഹനീഫുദ്ദീൻ, മേജർ മാരിയപ്പൻ ശരവണൻ, സ്ക്വാഡ്രൺ ലീഡർ അജയ് അഹുജ, ഹവീൽദാർ ചുനിലാൽ, അങ്ങനെ എത്രയെത്ര പേരുകൾ. നമ്മൾ മലയാളികൾക്ക് മറക്കാനാകുമോ? ഈ യുദ്ധത്തിൽ രാജ്യത്തിന് ഉയിര് നൽകിയ കേണൽ ആർ വിശ്വനാഥിനെ, ക്യാപ്റ്റൻ ജെറി പ്രേംരാജിനെ, ക്യാപ്റ്റൻ PV വിക്രമിനെ, സജീവ് ഗോപാലപിള്ളയെ, ലാൻസ് നായിക് സജികുമാറിനെ, അങ്ങനെ എത്രയോ മലയാളികൾ. ലോക ചരിത്രത്തിൽ ഏറ്റവും ഉയരത്തിൽ നടന്ന യുദ്ധമാണ് കാർഗിൽ. -30 ഡിഗ്രി വരെ തണുപ്പു താഴുന്ന മലനിരകൾ, ഉരുളൻ കല്ലുകളുടെ കുന്നിൻപുറങ്ങൾ, കുത്തൊഴുക്കിന്റെ ദ്രാസ്, 6 അടി വരെ മഞ്ഞടിഞ്ഞു കിടക്കുന്ന ചതുപ്പുകൾ. അവിടെ ഇന്ത്യ നേടിയത് ലോകയുദ്ധ ചരിത്രത്തിലെ മഹാവിജയങ്ങൾ ഒന്നാണ്. കുന്നിൻ മുകളിലാണെന്ന മുൻതൂക്കം കൊണ്ട് യുദ്ധം ജയിക്കാമെന്ന് കരുതിയവർ അപ്പുറത്ത്, ഉയിര് പോയാലും ഈ മണ്ണ് കാക്കും എന്ന് ദൃഢനിശ്ചയം ചെയ്തവർ ഇപ്പുറത്ത്, അപകടത്തിന് മുന്നിലേക്കാണ് എന്നറിഞ്ഞു തന്നെ ഇറങ്ങി പുറപ്പെട്ടവർ. അവർ കാത്ത മണ്ണാണിത്. ഈ ഓരോ തരി മണ്ണിലും വെട്ടിത്തിളങ്ങുന്നുണ്ട് ധീരദേശാഭിമാനത്തിന്റെ പ്രത്യാശാ കിരണങ്ങൾ. അവിടെ ഉയരുകയാണ് സ്വരാജ്യത്തിന്റെ ത്രിവർണ പതാക. അതിനൊപ്പം പാറുകയാണ് ഈ ഈരടികളും. യേ മേരെ വതൻ കെ ലോഗോ ലഹരാലോ തിരങ്കാ പ്യാരാ, തും ഫൂൽ ന ജാവോ ഉൻകോ ജരാ യാദ് കരോ കുർബാനി. ജയ് ഹിന്ദ് ജയ് ഹിന്ദ് ജയ് ഹിന്ദ് ജയ് ഹിന്ദ് ജയ് ഹിന്ദ് ജയ് ഹിന്ദ്. तेरा हिंदुस्तान